അത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളില്ലാതെ ഹാപ്പി ആണോ അല്ലയോ എന്നുള്ളൊരു റീഡിംഗ് ആണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഒരു ജനറൽ റീഡിംഗ് ആണ്, പൈൽ സെലക്ടഡ് റീഡിംഗ് അല്ല, ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും റീസണേറ്റ് ആവണമെന്നില്ല. റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ പേഴ്സൺ ഓഫ് കോഴ്സ് പൂർണ്ണമായിട്ടും ഹാപ്പി അല്ല നിങ്ങളില്ലാതെ എന്ന് തന്നെ ഈ ഒരു കാർഡ്സ് കൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നിങ്ങളെ എന്നേക്കുമായിട്ട് മറന്ന് ആ ഒരു പേഴ്സൺ പോയി കഴിഞ്ഞു എന്നുള്ളൊരു എന്താ പറയുക യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനായിട്ട് കിടന്ന് പാടുപെടുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങളുടേത്. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളെ പേഴ്സൺ നിങ്ങളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ട് പോയിട്ടൊന്നുമില്ല. നിങ്ങളുടെ ഒരു എന്താ പറയുക നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ 4 ഓഫ് പെൻറ്റിക്കിൾസ് കാർഡ് കിട്ടിയിട്ടുണ്ട്. 4 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സൺ ഇപ്പോഴും അവരിപ്പോൾ വേറൊരു സിറ്റുവേഷനിൽ മേ ബി ആയിരിക്കാം. മേ ബി സം തേർഡ് പാർട്ടി സിറ്റുവേഷൻ കുറച്ച് പേരുടെ ആ കാര്യത്തിൽ കാണുന്നുണ്ട്. എല്ലാവരുടെ കാര്യത്തിലല്ല, വളരെ കുറവ് തേർഡ് പാർട്ടി, ഒരു 30% ആൾക്കാർക്കെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിട്ടുള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോടൊപ്പം. പക്ഷേ അവരിപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നിങ്ങളോടുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങളോടുള്ളൊരു തോട്ട്, നിങ്ങളെക്കുറിച്ച് ഉള്ളൊരു ചിന്ത കാര്യങ്ങളൊക്കെ ഇപ്പോഴും ആ ഒരു കാര്യങ്ങൾ ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം നിങ്ങളോടൊപ്പം കിട്ടിയിട്ടുള്ളൊരു സന്തോഷവും കാര്യങ്ങളൊന്നും ആ ഒരു പേഴ്സണ് ഇപ്പോഴത്തെ ആ ഒരു നിമിഷത്തിൽ കിട്ടുന്നില്ല എന്നുള്ളൊരു വളരെയധികം സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു വസന്തകാലം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നല്ല കളർഫുള്ളായിട്ടുള്ള നല്ലൊരു വസന്തകാലമായിരുന്നു അത്. പക്ഷെ ഇപ്പോൾ അതിലല്ല എന്ന് പറയുന്നു. ഇപ്പോഴുള്ളൊരു സിറ്റുവേഷനിൽ ആൾ എന്തൊക്കെ തന്നെയാണെങ്കിലും ഒരു ഹാപ്പി മോഡായിട്ട് കാണുന്നില്ല. നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് ഇപ്പോഴും ആളുടെ മനസ്സിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നതാണ് കാണുന്നത്. കാരണം ഇവിടെ 4 ഓഫ് പെൻറ്റിക്കിൾസ് കാർഡാണ്. 4 ഓഫ് പെൻറ്റിക്കിൾസ് കാർഡിൽ നിങ്ങൾക്ക് കാണാം ആ ഒരു വ്യക്തി സ്റ്റിൽ ഹോൾഡിങ് ദ കോയിൻ ആൻഡ് തലയിൽ ഒരു കോയിൻ ഉണ്ട്, 2 കാലുകളിലും ഒരു കോയിൻ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ മറ്റേതെങ്കിലും കാര്യങ്ങളായിരിക്കാം. മേ ബി ഫാമിലി അല്ലെങ്കിൽ അവരുടെ ഒരു ജോബ് കാര്യങ്ങളിലൊക്കെ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. ആ ഒരു വ്യക്തി എന്തായാലും ഹാപ്പി അല്ല, അത് 100% എനിക്ക് ഷുവറായിട്ട് പറയാൻ പറ്റും. ഇപ്പോഴത്തെ എനർജിയാണ് നമ്മൾ നോക്കി പറയുന്നത്. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ ആൾ എന്തായാലും ഹാപ്പി അല്ല എന്ന് തന്നെയാണ് കാണുന്നത്. അതുമാത്രമല്ല ആൾ ചിന്തിക്കുന്നുണ്ട് ഞാനിനി എന്ത് ചെയ്യും. കറണ്ട് സിറ്റുവേഷനിൽ ആൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ആളെല്ലാം തികഞ്ഞൊരു വ്യക്തി, ആൾക്ക് ജോബുണ്ട് അല്ലെങ്കിൽ പേഴ്സണിന് പകരം ഒരുപാട് ഓപ്ഷൻസ് ഉള്ളൊരു വ്യക്തിയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഫ്രണ്ട്സ് വലയങ്ങളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആൾ ഒട്ടും ഹാപ്പി അല്ല. മൈൻഡ് കൊണ്ട് ഉള്ളിൽ ആൾ ഒട്ടും ഹാപ്പി അല്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതുമാത്രമല്ല ഇവിടെ ഇപ്പോഴും ആൾ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരണോ അല്ലെങ്കിൽ മുന്നോട്ട് ഇനി വേറൊരു ഇതിലേക്ക് പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജും കാണുന്നുണ്ട്. 2 ഓഫ് സോർഡ്സ് കിട്ടിയിട്ടുണ്ട്. കൺഫ്യൂഷൻ സ്റ്റേജാണ് അതിനെ പറയാം. ഒരു മൂൺ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. മൂൺ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മിക്കവർക്കും ആ ഒരു ഫുൾ മൂൺ അല്ലെങ്കിൽ ഒരു കർത്തവാവ് എടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് വല്ലാത്ത പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്താ പറയുക, അങ്ങനത്തെ ഒരുമാതിരിപ്പെട്ട നിങ്ങൾ ബാക്കിയുള്ള സമയത്തൊക്കെ ഓക്കെ ആവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഓക്കെ ആയിട്ട് തട്ടിമുട്ടി പോകുന്നുണ്ടെങ്കിലും ആ ഒരു കർത്തവാവ് സമയത്തേക്ക് നിങ്ങൾക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇമോഷൻസ് ഒരുപാട് വരുന്നുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിയെ ചിന്തിച്ചുകൊണ്ട് തന്നെ. അതിവിടെ നന്നായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി നന്നായിട്ട് ഇപ്പോൾ ഇമോഷണലി സ്റ്റേബിൾ അല്ല എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളോടുള്ളൊരു സ്റ്റിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയാണ്. വരണമെന്നുണ്ടെങ്കിലും അതിൽ വരാൻ പറ്റാത്ത എന്തൊക്കെയോ സിറ്റുവേഷൻസ് ഇവിടെ ഒരു ബ്ലോക്കേജ് കാണുന്നുണ്ട്. മേ ബി എന്താ പറയുക ഒരു നെഗറ്റീവ് എനർജിയോ ബ്ലാക്ക് മാജിക് സംതിങ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ മേ ബി ഫാമിലി അങ്ങനത്തെ എന്തോ ഒരു ബ്ലോക്കേജ് അവിടെ കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത ഒരു ബ്ലോക്കേജ് ആണ് കാണുന്നത്. അതുമാത്രമല്ല നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷനിലും നിങ്ങൾ എന്തൊക്കെയോ ചേഞ്ചസിന് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ചേഞ്ച് ഉണ്ടാവാനായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ ബോധമനസ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഉപബോധ മനസ്സിലെ ആ ചേഞ്ചസ് ഒരു റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും ജോബ് ഓഫറുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആരെങ്കിലും ഒരു റിലേഷനിൽ എന്തെങ്കിലും ഒരു പ്രപ്പോസിങ് വന്നിട്ടുണ്ടായിരിക്കാം.
നിങ്ങൾക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങളുടെ ഒരു കാര്യത്തിൽ, അത് പക്ഷെ നിങ്ങളത് ചേഞ്ചസ് ഉണ്ടാവാനായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ആ ചേഞ്ചസ് എന്ന് പറയുന്നത് നല്ലതായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലും നിങ്ങളത് ആഗ്രഹിക്കുന്നില്ല. ആ ചേഞ്ചിനെ അവിടെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജി നിങ്ങൾക്ക് കാണുന്നുണ്ട് ഇവിടെ. ആൻഡ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് എനിക്ക് പറയാവുന്നത് 14 ഇമ്പോർട്ടൻ്റ് ആണ്, 20 ഇമ്പോർട്ടൻ്റ് ആണ്, ആൻഡ് 16 ഇമ്പോർട്ടൻ്റ് ആണ്, ആൻഡ് 2 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും നമ്പേഴ്സാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മേ ബി സംതിങ് റിലേറ്റഡ് ടു യുവർ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ ആ പേഴ്സൻ്റെ ഡേറ്റ് ഓഫ് ബർത്തോ നിങ്ങൾ കണ്ടുമുട്ടിയ നിമിഷമോ എന്തെങ്കിലും ഒരു നിങ്ങളുടെ ലക്കി നമ്പേഴ്സോ എന്തെങ്കിലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കാം. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കെങ്കിലും. പിന്നെ എന്താ പറയുക, 4 ഓൾസോ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു വ്യക്തി പല കാര്യങ്ങളും അവരുടെ സിറ്റുവേഷനിൽ ഇരിക്കുന്ന പല കാര്യങ്ങളും, എന്താണ് സിറ്റുവേഷൻ പുറമേ ഉള്ളവർക്ക് അത് ഭംഗിയായിട്ട് തോന്നുമെങ്കിലും അകം അത്ര ഭംഗിയായിട്ട് കാണുന്നില്ല. അത് എന്തൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരു മിസ്റ്ററി. അതായത് ഇവിടെ ഹൈ പ്രീസ്റ്റസ് കാർഡാണ്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ ആളുടെ ഇന്നർ നോയിങ്, അതായത് ഇന്നർ ആയിട്ടുള്ളൊരു കാര്യങ്ങളുണ്ടല്ലോ, അതാൾ ഇന്നർ ഇമോഷണൽ കാര്യങ്ങളൊന്നും, ഇമോഷണലി ആൾ സ്റ്റേബിൾ അല്ലാതെ തന്നെയാണ് കാണുന്നത്. പുറമേക്ക് ആൾ ഹാപ്പിയായി ചിരിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ആൾ ഒട്ടും സന്തോഷവാനല്ല എന്ന് കാണുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനിയും ഒരു റീചാൻസ് ഉണ്ടോ എന്ന് തിങ്ക് ചെയ്യുന്നുണ്ട് ആൾക്ക്. പക്ഷേ 100% ആൾ വിചാരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ടോട്ടലി എൻഡായി, ഇനിയൊരു റീതിങ്ക് അല്ലെങ്കിൽ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ റീപോസിബിലിറ്റി ഇവിടെ ഇല്ല എന്നാണ് ആൾ ചിന്തിക്കുന്നത്. പക്ഷെ ആൾക്കറിയില്ല നിങ്ങൾ ഇപ്പോഴും ആളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, ആൾ വരാനായിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് ആൾക്ക് അറിയില്ല. ചിലർക്ക് അറിയാമെങ്കിൽ പോലും റീയൂണിയന്, അവിടെ ഒരു തിരിച്ചു വരവിന് ഒട്ടും പോസിബിലിറ്റി അല്ലാത്തത്, വന്നു കഴിഞ്ഞ് നമുക്കൊരു എന്താ പറയുക, ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനുള്ളൊരു സിറ്റുവേഷൻ, എന്തൊക്കെയോ ബ്ലോക്കേജുകൾ ഉള്ളത് കൊണ്ട് അതാൾക്ക് പറ്റുന്നില്ല. പിന്നെ നന്നായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ളൊരു നല്ലൊരു ബെസ്റ്റ് കമ്പാനിയൻ, ബെസ്റ്റ് എന്താ പറയുക, നല്ലൊരു പാർട്ട്ണറിനെ, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും നല്ലൊരു ഫ്രണ്ടിനെ ആൾക്ക് നഷ്ടപ്പെട്ടു എന്നാൾ വിശ്വസിക്കുന്നു. ആൾക്കതിൽ, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയതിൽ ആൾക്ക് വളരെയധികം റിഗ്രറ്റ് ഉണ്ട്. ആൻഡ് പലതരത്തിലുള്ള, ഞാൻ പറഞ്ഞു, ആൾക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ, അതായത് ആളെ തന്നെ അങ്ങോട്ടേക്ക് പ്രപ്പോസിങ് രീതിയിലൊക്കെ പല എനർജീസ് അല്ലെങ്കിൽ പല ആളുകൾ വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആൾ റിഫ്യൂസ് ചെയ്യാണ്, വേണ്ട എന്ന് പറഞ്ഞ് നിരസിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. മിസ്സാക്കാന്ന് മനഃപൂർവ്വം തന്നെ ആ ഒരു വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മിസ്സാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് കാണുന്നത്. റിഫ്യൂസിങ് ഓഫേഴ്സ് ആൻഡ് ഫോക്കസിങ് ഓൺ ദ നെഗറ്റീവ് പാറ്റേൺ, അതായത് ഫുൾ ഓഫ് നെഗറ്റിവിറ്റി ആണ് ആളുടെ മനസ്സിൽ കാണുന്നത്. പിന്നെ ലൈഫ് ഫുൾ ബോറായിട്ടുള്ളൊരു ഫീലിങ്സ്, കുറേ പേര് ഡിപ്രഷനിലൂടെ ഇപ്പോൾ ഈ നിമിഷം കടന്നു പോകുന്നുണ്ട്. പിന്നെ നൊസ്റ്റാൾജിയ, അത് കാണുന്നുണ്ട് ഇവിടെ ഭയങ്കരമായിട്ട്. അതായത് നിങ്ങളോടൊത്ത നിമിഷം ഉണ്ടായിരുന്ന ആ ടൈമിലുണ്ടായിരുന്ന നിങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചത്, നിങ്ങൾ കൂടിയിരുന്ന പാട്ടുകൾ കേൾക്കാനും, ആ സമയത്തുണ്ടായിരുന്ന, നിങ്ങൾ സംസാരിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന വല്ല ഹിറ്റ് സോങ്സുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളോ എന്തൊക്കെയോ കുറേ നൊസ്റ്റാൾജിയ ആളുടെ മെമ്മറീസിൽ ഇപ്പം വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്.